ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 ദിവസം നോമ്പാലും പ്രാർത്ഥനയാലും ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഓർമ്മയെയും ഉയർപ്പിനെയും എതിരേൽക്കാനായി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്ന ഈ അവസരത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ശിഷ്യന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കമായിരുന്നു. അതെ, കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. അതെ, ലോകരക്ഷകനായ ക്രിസ്തു തന്നെ ശൂന്യമാക്കി ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ ഒരു താഴ്മയുടെ പ്രതീകമായിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അതെ, സ്നേഹമുള്ളവരെ, സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് ഈശോ നമുക്ക് കാണിച്ചു തന്നതായ ഒരു പാഠമാണ്. അതാണ് താഴ്മയുടെ പാഠം. ഇന്ന് ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ധനമോഹങ്ങൾക്ക് വേണ്ടിയും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, അതെ, മാറ്റേണ്ട അവസ്ഥകളെ മാറ്റിക്കൊണ്ട് മത്സര ബുദ്ധിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നോമ്പാലും പ്രാർത്ഥനയാലും ഈശോയുടെ കൂടെ 50 ദിവസം ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ക്രിസ്തു നമ്മോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നു, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതെ, ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായ ഈ താഴ്മയുടെ അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ നോമ്പാലും പ്രാർത്ഥനയാലും ഉപവാസത്താലും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഈശോയുടെ കൂടെ ആയി താഴ്മയുടേതായ അവസ്ഥയിൽ കൂടെയായി തീരുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.